വിശപ്പാണത്രേ ഏറ്റവും വലിയ വികാരം. വിശപ്പിന്റെ വിളി വളരെ വിരളമായി അറിയുന്ന നമ്മുടെ കുട്ടികളോട് ഇതൊക്കെ പറഞ്ഞിട്ട് വല്ല ആവശ്യമുണ്ടോ? ചോറും പാത്രം തുറക്കുമ്പോൾ വർണ്ണശബളമായിട്ടുള്ള രുചികരമായ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ 4 മണിക്ക് വന്ന് പരാതിപ്പെട്ടി തുറക്കും. പക്ഷെ നമ്മുടെ കാലത്തൊക്കെ ഉച്ചയാകുമ്പോഴേക്കും എന്തെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ളതായിരുന്നു അല്ലേ? അപ്പുറത്ത് ഇപ്പുറത്തിട്ടുള്ളവരൊക്കെ ചോറും പാത്രത്തിൽ കൈയിട്ട് വാരി നമ്മുടെ വിശപ്പ് നമ്മൾ അങ്ങ് അടക്കും. പക്ഷെ ഇന്നത്തെ ചോറും പാത്രം കുറച്ച് സ്പെഷ്യൽ ആക്കാമെന്ന് വിചാരിച്ചു. അത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ആദ്യം തന്നെ പാലപ്പാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് പൊൻകതിറിൻ്റെ പാലപ്പാണ്. ഒരു പാക്കറ്റ് പാലപ്പപ്പൊടി 500 ഗ്രാമിലേക്ക് 900 ml വെള്ളം എന്നുള്ള രീതിയിലാണ് കേട്ടോ നമ്മളിതിനെ പ്രിപ്പയർ ചെയ്യുന്നത്. ആക്ച്വലി ഇതെനിക്ക് പ്രൊമോഷൻ വന്നൊരു പ്രൊഡക്റ്റാണ്. പിന്നെ 2-3 ജോഷിയേട്ടൻ കൂടുതൽ കൊണ്ടുവന്ന് തന്നപ്പോൾ ഞാൻ നിങ്ങൾക്ക് യൂട്യൂബിൽ ഇട്ട് കാണിച്ചു തന്നേ ഉള്ളൂ. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിൽ ഒരു കുറച്ച് വെള്ളം എടുത്തിട്ട് സുജാതേരെ മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ ജാർ എടുത്തോളൂ കേട്ടോ. അതിൽ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു നുള്ളു ഉപ്പ്, പിന്നെ അരിപ്പൊടി, വെള്ളം, ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ. നന്നായിട്ട് 1 മിനിറ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മിക്സിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു 1 മണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള പാലപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പണ്ടൊക്കെ എൻ്റെ അമ്മയുടെ അമ്മ പാലപ്പം, നമ്മുടെ ഇവിടെ വെള്ളയപ്പം എന്ന് പറയട്ടെ, വെള്ളയപ്പം കച്ചവടം ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഈ ഉന്തുവണ്ടിയിൽ അതുപോലെ തന്നെ തലയിലൊക്കെ കൊട്ടയിലൊക്കെ വെള്ളയപ്പം ഏറ്റിയിട്ട് ഇങ്ങനെ പൂവാടന്നു അത്ര, ഇങ്ങനെ വീടുകളിൽ കയറി വിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പം അന്ന് 3 മണിക്കൊക്കെ എനിക്ക് പാലപ്പം ഉണ്ടാക്കി തുടങ്ങും അമ്മൂമ്മ. എന്നിട്ടാണ് ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമാകുമ്പോഴേക്കും അവിടെയുള്ള വീടുകളിലേക്കൊക്കെ എത്തിച്ചിരുന്നത്. അവർ ടൗണിലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കുറേ ആൾക്കാരൊക്കെ മേടിക്കുമായിരുന്നു. പിന്നെ അമ്മ ഇത് ഉണ്ടാക്കി തുടങ്ങി. അപ്പം അമ്മ തലേദിവസം തന്നെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് കപ്പ് കാച്ചി ചിലപ്പോൾ നാളികേരം പാലൊക്കെ പിഴിയേണ്ടിയൊക്കെ വരും. അങ്ങനെയൊക്കെയാണ് അമ്മ ഉണ്ടാക്കി കൊടുത്ത്. കുറേ നാൾ അമ്മ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു കേട്ടോ. ഹോട്ടലുകളിലേക്കും കല്യാണങ്ങൾക്കും എൻഗേജ്മെൻറ്റിനും ഒക്കെ അമ്മ അടിപൊളിയായിട്ട് ഉണ്ടാക്കും. പക്ഷെ അന്നത്തെ പാടൊന്നുമില്ല ഇന്നത്തെ ഈ പാലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ആലോചിക്കും എന്ത് കഷ്ടപ്പാടില്ല അവരൊക്കെ നമ്മളെ വളർത്തിക്കൊണ്ട് വന്നേന്ന്. നമ്മുടെ പിള്ളേർ ഇത് വല്ലതും അറിയണ്ടോ അല്ലേ? പക്ഷെ ഞാൻ പറഞ്ഞ് പറയാറുണ്ട് കേട്ടോ. ഒരുപാട് പറയാറിഞ്ഞ് ബോറടിപ്പിക്കാറില്ല. എങ്കിലും ഒരു കഥ പോലെ പറഞ്ഞു കൊടുക്കാറുണ്ട്. നമ്മുടെ അമ്മയും അമ്മൂമ്മയും ഒക്കെ നമ്മളെ വളർത്തിയ കഥ. അവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് അത് കേൾക്കുമ്പോൾ. അങ്ങനെയൊക്കെ ഉണ്ട് അമ്മയെന്നൊക്കെ ചോദിക്കാറുണ്ട് അവർ. ഒരു കഥ പോലെ അവരും നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ അറിയട്ടേന്നേ. പക്ഷെ അത് അടിച്ചേൽപ്പിക്കാനൊന്നും നിൽക്കാറില്ല കേട്ടോ. പിന്നെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചു തന്ന ലഞ്ച് ബോക്സ് കുറേ ചേച്ചിമാർ പരാതി പറഞ്ഞു, ശ്രീ ഇത് പൊട്ടണമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇതുവരെ ഇവിടെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും. പിള്ളേരൊക്കെ നിലത്തൊക്കെ ഇട്ടാൽ ചിലപ്പോൾ പൊട്ടുമായിരിക്കും കേട്ടോ. നമ്മുടെ ടിഫിൻ ബോക്സിൽ വെജ് റെസിപ്പീസ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. കാരണം ശ്രീകുട്ടന് വെജ് മാത്രമാണ് അലൗഡ് ആയിട്ടുള്ള, മുട്ട പോലും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി, വെജ് മെനുവിൽ എന്ത് വെറൈറ്റി ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഫ്രിഡ്ജ് തുറന്നപ്പോഴാണ് മുന്തിരി ഇരിക്കുന്നത് കണ്ടത്. നമ്മുടെ മുന്തിരി കുറച്ചൊന്ന് ഞെട്ടുപൊട്ടി ആകെ ഒരു ഇനിയും ഞാൻ കേടാവും ചേച്ചി എന്ന് ആളെന്നോട് പറഞ്ഞപ്പോഴാണ് നമ്മൾ അതിനൊന്ന് എടുത്ത് തിളപ്പിച്ചത്. ഞാൻ മിക്സിയിൽ അടിച്ചിട്ടാണ് ഒന്ന് തിളപ്പിച്ചത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറേ ദിവസം ഇത് സെൽഫ് ലൈഫായിട്ട് ഇരിക്കുകയും ചെയ്യും. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2-3 ദിവസമൊക്കെ കേട്ടോ. ഒരു സ്ക്വാഷ് പോലെ നമുക്ക് അതിനെ പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ചൂട്ടോടെ നമ്മളതിനെ സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് ചൂടാറുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പും, അത് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി നമുക്ക് ആഡ് ചെയ്ത് ഇതിനെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി മുന്തിരി സ്ക്വാഷ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതിനെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ നാരങ്ങയൊന്നും വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ ഒരു ഗ്രേപ്പ് ജ്യൂസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇപ്പോൾ ശ്രീകുട്ടൻ 4 മണിക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോൾ സ്പെഷ്യലായിട്ട് ഇന്ന് ഉണ്ടാക്കി വെച്ചത് ഇവനെയാണ് കേട്ടോ. എന്തെങ്കിലും സാധനം നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ എക്സ്പ്രഷൻ ഇട്ടിട്ട് അടിപൊളി എന്ന് പറയുന്നൊരു സുഖം ഉണ്ടല്ലോ, അത് വേറെ ഒന്നും തന്നെ എൻ്റെ സാറേ. അങ്ങനെ നമ്മുടെ പാലപ്പം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പൊന്തിയൊക്കെ വന്നിട്ടുണ്ട്. അടിപൊളി പാലപ്പം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. നമ്മൾ ഏകദേശം എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ടിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ നിങ്ങൾ ഉപ്പിട്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പിട്ടിട്ട് നമുക്ക് കൊടുക്കാം. സോഡാപ്പൊടി ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നല്ല പൂ പോലത്തെ പാലപ്പം നമുക്ക് കിട്ടും കേട്ടോ. ഇതിൽ അപ്പച്ചട്ടിയുടെ കഴിവും കൂടി ഉണ്ട് കേട്ടോ. ഞാൻ എന്താ കാരണം പറയാ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പച്ചട്ടി നമുക്കൊരു കൊളാബിന് വന്നതാണ്. മാർക്കസ് എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ട് എൻ്റെ അയച്ചതാണ് കേട്ടോ. യൂട്ടൻസിൽസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് കുറച്ചധികം പത്രങ്ങളുണ്ട്. അത് ഞാൻ അടുത്ത വ്ളോഗിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ പൂ പോലത്തെ പാലപ്പം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ചിക്കൻ്റെ ഒപ്പം. ഇനിയിപ്പോൾ എനിക്കിഷ്ടം നാളികേരം പാലിൻ്റെ ഒപ്പം കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സ്കൂളിലേക്ക് നാളികേരം പാലൊന്നും നമുക്ക് അത്രയ്ക്ക് ശാശ്വതമല്ല, ചിലപ്പോൾ പിരിയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും കറി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിന്ന് പനീറാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമ്മുടെ പൂ പോലത്തെ പാലപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ.
എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സംഭവമായിരുന്നു പനീർ എന്ന് പറയുന്നത്. പിന്നെ ശ്രീകുട്ടൻ പനീർ ഇഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ അവരുടെ ഇഷ്ടങ്ങൾ നമ്മുടെ ഇഷ്ടങ്ങളായി മാറുമല്ലോ. അങ്ങനെ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പനീർ കേട്ടോ. ഞാൻ ഹോട്ടലിൽ പോയി ആദ്യം ഓർഡർ ചെയ്യുന്നതാണ് പനീർ മസാല കറി. അപ്പോൾ നമ്മൾ പനീർ ഒന്ന് ബട്ടറിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ആക്ഷൻസോളൊന്നും കണ്ട് നിങ്ങൾ എന്താ പറയുക ചിരിക്കണ്ട, അല്ലെങ്കിൽ ഇതിന് പ്രാന്താണോ എന്ന് വിചാരിക്കണ്ട. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാമറമാനും ഞാനും കൂടിയുള്ള ഇൻട്രാക്ഷനിലാണ് അവിടെ കുക്കിംഗ് നടക്കണത്. അത് കാരണം കൊണ്ടാണ് കേട്ടാ. ഇപ്പോൾ നമ്മുടെ പനീർ നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. കുറച്ച് കഷ്ണങ്ങളെ വേണ്ടൂ. നമ്മളെപ്പോഴും ഫുഡ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഉണ്ടാക്കിയാൽ മതി. കാരണം വയറ് നിറച്ച് കൊടുക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇല്ല കേട്ടോ. എന്താ പറയുക, കുറച്ച് കൊതിയോടെ ബാക്കി നിൽക്കണം, എന്നാലാണ് അവരൊക്കെ അടുത്ത പ്രാവശ്യം അത് കഴിക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നമ്മൾ മസാലയ്ക്ക് വേണ്ട സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം കുറച്ച് സ്പൈസസ് ആയിട്ടുള്ള കറുവപ്പട്ട, 2 തക്കോലം, ഗ്രാമ്പു, 2-3 ഗ്രാമ്പു, കുറച്ച് കുരുമുളക്, അതുപോലെ തന്നെ ഒരു ജീരകം അല്ല ഒരു ഏലക്കായ, 2 മണി ജീരകം ഒക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ പിന്നെ ഞാനൊരു ജാതിപത്രിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചെറുള്ളി, ഒരു 2 വെളുത്തുള്ളി, വലിയ തക്കാളി, പിന്നെ സവാളയും കൂടി ഇട്ടിട്ട് നമ്മൾ വലിയ കഷ്ണം സവാള കേട്ടോ. അതൊക്കെ ഒന്ന് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്കത് അതിനനുസരിച്ച് തന്നെ ആഡ് ചെയ്താൽ മതി. പിന്നെ 2-3 കാഷ്നട്ടും കൂടി ഇട്ടിട്ടുണ്ട്. കാഷ്യൂവിൻ്റെ ഒരു വല്ലാത്ത ഫ്ലേവർ വരും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാഷ്യൂ കുറച്ച് അധികം ഇട്ടത്. ഇനി ഇട്ടാലും നന്നായിരിക്കും കേട്ടോ. ക്രീമൊക്കെ ഉണ്ടെങ്കിൽ ഒഴിച്ച് അടിപൊളിയാണ്. പക്ഷേ ഇത് നമുക്ക് ഒത്തിരി റിച്ചാക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഇതൊക്കെ ഒന്ന് ചൂടാറിപ്പോൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പിന്നെ വെണ്ണ പോലെ അരച്ചെടുക്കുക എന്ന് പറയില്ലേ, അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ആ പ്ലേറ്റിലേക്ക് തന്നെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിനൊന്ന് വേവിച്ചെടുക്കുക. ആ ഗ്രേവീനെ നമുക്കൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിച്ചെപ്പും കൂടി അരിഞ്ഞ് വയ്ക്കാം. എന്നിട്ട് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാനാണ്. ഈ മല്ലിയുടെ ഫ്ലേവറൊന്നും എല്ലാ കുട്ടികൾക്കൊന്നും ഇഷ്ടമാവണമെന്നില്ല കേട്ടോ. നമ്മൾ നമ്മുടെ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് എന്താ പറയുക കൂട്ടിയും കുറച്ചും ഒക്കെ ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് കെച്ചപ്പും കുറച്ച് സോയാ സോസും കുറച്ച് ചില്ലി സോസും ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പെപ്രിക്ക, അതുപോലെ തന്നെ സ്പൈസസിൽ ഒറിഗാനോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയും ചെയ്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുത്ത് ഇളക്കിയാലും നല്ലൊരു ടേസ്റ്റ് വരും. പിന്നെ ഒറിഗാനോരൊക്കെ ഒരു മണം വരുമ്പോൾ വേറൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ടേസ്റ്റ് വരുന്നു മാത്രം. അങ്ങനെ നമ്മൾ ഇതാ പനീർ ഇട്ട് കൊടുത്തു. ഏറ്റവും ലാസ്റ്റ് നമ്മൾ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി പനീർ മസാല റെഡി ആയിട്ടോ. അപ്പോൾ ഇതിൽ വേപ്പിൻ്റെ ഇല ഞാൻ ഇടാൻ മറന്നതല്ല. വേപ്പിൻ്റെ ഇല ശ്രീകുട്ടൻ എടുത്ത് കളയും. അപ്പോൾ അത് കാരണം ഞാൻ അത് ഒഴിവാക്കിയതാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഞാൻ എൻ്റേതായ രീതിയിലൊക്കെ ഗാർണിഷ് ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അപ്പത്തിൻ്റെ ഒപ്പം നമ്മൾ കഴിക്കാൻ പോണത് കേട്ടോ. എനിക്ക് അപ്പവും പനീർ കറിയും ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞോളൂ കേട്ടോ. ഞാനിതിൻ്റെ എല്ലാം ഷോർട്സ് ആയിട്ട് ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും ഇടാം കേട്ടോ, സമയം കിട്ടുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് കുട്ടി കുട്ടി റെസിപ്പീസായിട്ട് താല്പര്യമുള്ളവരുണ്ടല്ലോ, അതായത് നമ്മുടെ ചാനലിൽ എപ്പോഴും നമ്മളെക്കാളും താഴെയുള്ള കുട്ടികൾ ഒരുപാട് പേരുണ്ട്. അവർ പറയും ശ്രീ ചേച്ചിയുടെ ഈ റെസിപ്പികളൊക്കെ നോക്കിയിട്ട് ചെയ്തിട്ട് അഭിപ്രായം നല്ലത് വരാറുണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം അത് കേൾക്കുമ്പോഴേ. അപ്പോൾ ഞാനങ്ങനെ ഷോർട്സ് ആയിട്ടോ അല്ലെങ്കിൽ അവിടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആഡ് ചെയ്യാടാ. പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സ് വേണ്ടേ? സമീകൃത ആഹാരമല്ലേ നമ്മൾ പരിഗണിക്കുന്നത്. ഇതെന്നും ഇങ്ങനെയൊന്നും അല്ല കേട്ടോ നമ്മുടെ ലഞ്ച് ബോക്സ് ഉണ്ടാവുക. ചോറും കറികളും കൊടുക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ വ്ളോഗ് അതായിരുന്നു. പിന്നെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യുമ്പോഴും വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുമ്പോഴും മാത്രമാണ് ഇങ്ങനെ സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാവാറുള്ളൂ. അല്ലെങ്കിൽ സാധാരണ നിങ്ങളുടെ പോലെ തന്നെയുള്ള നമ്മുടെ പഴയ ലഞ്ച് ബോക്സ് ഇല്ലേ, അതൊക്കെ തന്നെയാണ് നമ്മുടെ വീട്ടിലുണ്ടാവുക. പിന്നെ ഈ ഫ്രൂട്ട്സും അതുപോലെ തന്നെയുള്ള സംഭവങ്ങളൊക്കെ കുറച്ച് ഉണ്ടാവുമെന്ന് മാത്രം. നമുക്ക് ബേക്കറി ആണല്ലോ, അപ്പോൾ അതൊക്കെ കൊടുത്തയക്കുമെന്ന് മാത്രം. നമ്മുടെ അവൈലബിലിറ്റി അനുസരിച്ച് നമ്മുടെ കഷ്ടപ്പാടുകളും നമ്മുടെ ഇല്ലായ്മകളും അറിഞ്ഞു വേണം നമ്മൾ നമ്മുടെ മക്കളെ വളർത്താനെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ ശ്രമിക്കാറുണ്ട് പറ്റണ പോലെയൊക്കെ. പിന്നെ അവരുടെ തലമുറയിലത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ അഡാപ്റ്റ് ചെയ്യും വേണം. അപ്പോൾ അടുത്തത് ഇവിടെ സ്നാക്ക് എന്നൊരു പരിപാടി ഉണ്ട്. അപ്പോൾ സ്നാക്കിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ബസ്മതി അരി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തത് തൈരാണ് കേട്ടോ. ആ തൈര് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തൈര് സാധാണ്. അതിലേക്ക് പോമോഗ്രാനൈറ്റ് ആണ് നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നത്. നമുക്ക് ഏതെങ്കിലും ഒരുപാട് എന്താ പറയുക അങ്ങനെ അഴുകി പോവാത്ത പച്ചക്കറികളുണ്ടല്ലോ, പച്ചക്കറികളുടെ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ താളിക്കുന്നത് നെയ്യിലാണ്. ആ നെയ്യിലൊരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് കടുക് ഇട്ട് കൊടുത്തു, വറ്റൽമുളക് ഇട്ട് കൊടുത്തു, വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. ഇത്രയും സാധനങ്ങൾ കാലത്ത് 10 മണിയാകുമ്പോഴേക്കും സ്നാക്സ് അവർ കഴിക്കും. അപ്പോൾ അത് ടാലിയായിട്ട് പൊക്കോളും. പിന്നെ നമ്മൾ കുറച്ച് ജീരകം ഇട്ട് കൊടുത്തു. വേപ്പിൻ്റെ ഇല ഒഴിവാക്കുന്നതായിരിക്കും ബെറ്റർ, പക്ഷെ ഞാൻ അറിയാണ്ട് ഇട്ട് പോയി. അവനത് ഒട്ടും ഇഷ്ടമല്ല വേപ്പിൻ്റെ ഇല ആ ഒരു സ്മെല്ല്. അങ്ങനെ നമ്മൾ അതിലേക്ക് ഒഴിച്ചു. നമ്മുടെ ഈ പൊമോഗ്രാനൈറ്റും കൂടി ഇട്ടപ്പോൾ
നമ്മുടെ അടിപൊളിയായി. കുട്ടികൾ ഒരുപാട് ഭക്ഷണം കഴിക്കാൻ വിസമ്മതിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. മല്ലിയിലയും കൂടി ഇട്ട് പൊമോഗ്രാനൈറ്റൊക്കെ നമ്മുടെ ബ്ലഡിൻ്റെ HB ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ ഭയങ്കര നല്ലതാണ്. പക്ഷേ ഇത് മുഴുവനൊന്നും അവർ കഴിച്ചോണമെന്നില്ല. പക്ഷേ എനിക്ക് ഈ സംഭവം ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഭാരത് ഹോട്ടലിൽ പോയിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ ഈ സംഭവം കഴിക്കാൻ കിട്ടും. എൻ്റെ മക്കളെ അടിപൊളിയാടാ. അപ്പോൾ നമുക്കിത് കാലത്തെ സ്നാക്സിന് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാലത്ത് പിന്നെ അവർ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം 10 മണിയാകുമ്പോഴേക്കും വയറ് നിറയെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പീസ് എന്ന് പറയുന്നത്. ഞാൻ എന്നും പറഞ്ഞ പോലെ ആഡംബരവും ആർഭാടവും ഒന്നുമല്ല. എനിക്കിതൊരു കണ്ടൻറ്റും അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് ഇടയ്ക്ക് ഒരു ചേഞ്ച് എന്ന രീതിയിലുള്ള എന്താ പറയുക വിപുലമായിട്ടുള്ള ഒരു റെസിപ്പിയും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. സ്നേഹപൂർവ്വം, ശ്രീജ.